ഈ മുനാഫിക്കുകൾ ഉണ്ടായത് മദീനത്താണ്. മക്കത്തത് ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ. മുനാഫിക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും വിശ്വാസമല്ല, പിന്നെ വിശ്വാസി അഭിനയിക്കുകയാണ്. മക്കത്തത്തെ ചിത്രം അതായിരുന്നില്ല. മക്കത്ത് വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ അതോടുകൂടെ ഓനക്കെതിരെ പീഡനങ്ങളുടെ കൊടുങ്കാറ്റ് വരുമായിരുന്നു. അവനോട് മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റൂല. പിന്നെ അവിടെ അതില്ലാത്തവരുണ്ട് വരേണ്ട ആവശ്യമുണ്ട്. ഞാൻ വിശ്വാസിയാന്ന് പറയേണ്ട ആവശ്യമുണ്ട്. ഇല്ലാതെ ആലോചിക്കുകയാണ്. മക്കത്ത് ആദ്യകാലത്ത് ഇസ്ലാമിൻ്റെ ചരിത്രം, മക്ക 10 കണക്കിന് മുമ്പത്തെ ചരിത്രം എന്താ വെച്ചാൽ, ഒരാൾ വിശ്വാസിയായി എന്ന് പറഞ്ഞാൽ ഓന് പീഡനങ്ങളായി. അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഫാറൂഖ് ഒക്കെ പീഡനത്തിനെതിരായിരിക്കണം. ഉസ്മാൻ ബിൻ അഫ്ഫാനൊക്കെ റൂമിലിട്ട് പുകട്ട ആളാണ്. റസൂലുള്ളാഹിയും കുടുംബത്തിനെയും ഷീബ അബി താലിബിലേക്ക് അവരെ ബഹിഷ്കരിച്ചു, ഉപരോധിച്ചു. അവരോട്ട് മുണ്ടാൻ പാടില്ല, കൊള്ളക്കൊടുക്കുകൾ പാടില്ല എന്ന് പറഞ്ഞാണ്ട് ഷീബ അബി താലിബ് എന്ന തായ്വരയിൽ നബി കുടുംബം പട്ടിണി കിടന്നിട്ടുണ്ട്. പച്ചിലകൾ ഭക്ഷിച്ചിട്ടുണ്ട് പട്ടിണി കൊണ്ട്. അവരോട് കല്യാണം പാടില്ല, കാനത്തും പാടില്ല, കച്ചവടം പാടില്ല എന്നാണ് ബഹിഷ്കരിച്ചിരുന്നു. ഇതൊക്കെയാണ് മക്കത്തെ ചരിത്രം. അവിടെ വിശ്വാസമില്ലാത്ത ഒരാൾ ഞാൻ വിശ്വാസിയാണെന്ന് അഭിനയിക്കേണ്ട യാതൊരു കാര്യം അവിടെ ഇല്ല. അതുണ്ടായത് മദീനത്താണ്. മദീനത്ത് അവിടുത്തെ പ്രഗത്ഭരായ അറബികൾ ഔസ് ഹസ്റജ് ഗോത്രക്കാരാണ്, യമനികളാണ്. യമനിൽ നിന്ന് ചെന്ന, യമനിലെ സബ ഉണ്ടല്ലോ, ആ യമനിലെ ആ പ്രസിദ്ധമായ ഗോത്രമാണ്. ഛിന്ന ഭിന്നമായി 2 പാപ്പാർ മദീനത്തേക്ക് വന്ന് അവിടെ താമസിച്ച്, അതിലൊരു ഗോത്രം, ഒരു പാപ്പാൻ്റെ താവയ്ക്കാർ ഔസെന്നും, മറ്റ് ഒരേ കുടുംബമാണ്, ഒരേ ചോരയാണ്. അങ്ങനെ അവരെന്ത് ചെയ്തു? മുസ്ലിമായി. ഒരു റസൂലുള്ളാഹിക്ക് എല്ലാ സംരക്ഷണവും മദീനത്ത് തരാമെന്ന് തങ്ങളാണ്ട് കൊണ്ടുപോയി. ഓരോ ഗോത്രങ്ങളൊക്കെ ഒന്നടങ്കം മുസ്ലിങ്ങളായി എന്നല്ല, ജൂതന്മാരൊക്കെ ആയിട്ട് റസൂലുള്ള ഒരു സഖ്യത്തിൽ ഏർപ്പെടുകയും ചെയ്തു. അങ്ങനെ ഉണ്ടല്ലോ, ഒരു അണ്ടർസ്റ്റാൻഡിങ് ആയി. റസൂലുള്ള പ്രസിഡന്റ്, എല്ലാവരും റസൂലുള്ളാഹിനെ അംഗീകരിക്കുക. അങ്ങനെ ആയിക്കോട്ടെ എന്നൊക്കെ യഹൂദികളൊക്കെ പറഞ്ഞ തുടക്കത്തിൽ പറഞ്ഞു. പിന്നെ ഇതിങ്ങനെ ഉഷാറായി വരുന്നുണ്ടപ്പോൾ അസൂയ മൂത്ത് പോലെ എന്തായി, ഓരോരുത്തർ ഒഴിഞ്ഞു പോലും കയ്യിന് ദുൽമുകളൊക്കെ ചെയ്യാൻ തുടങ്ങി. ഒക്കെ ആട്ടി പുറത്താക്കി. അങ്ങനെ വലിയ ചരിത്രമാണ്. അവിടെയാണ് ചില ആളുകൾ വിശ്വാസമില്ലാത്തവരും ഞാൻ വിശ്വാസിയാണെന്ന് പറഞ്ഞ് അഭിനയിക്കേണ്ട ഒരു ചുറ്റുപാടുണ്ടായത്. അത് തഫ്സീറിൽ പറയുന്നുണ്ട്.